ഹലോ. സ്കൂൾ തുറക്കൽ പ്രമാണിച്ച് ഞാൻ വീട്ടിൽ നടത്തിയിട്ടുള്ള കുറച്ച് ക്ലീനിങ്ങും അറേഞ്ച്മെൻറ്റ്സും ഒക്കെയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ യൂണിഫോമൊക്കെ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ രണ്ടാളതും ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് ഹാങ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ അയൺ ചെയ്തിട്ടാണല്ലോ കിട്ടിയത്. അപ്പോൾ പിന്നെ ഇപ്പം തന്നെ ഹാങ് ചെയ്ത് വെച്ചാൽ പിന്നെ അയൺ ചെയ്യേണ്ടി വരില്ല. ഇപ്രാവശ്യം രണ്ടാളും പുതിയ സ്കൂളിലേക്കാണ്. അപ്പോൾ എല്ലാ സാധനങ്ങളും എല്ലാം പുതിയതാണ്. അങ്ങനെ യൂണിഫോമൊക്കെ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയതാണ്. അപ്പോൾ രണ്ടാളതും ഇങ്ങനെ ഓരോന്നിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പാൻറ്റും ടോപ്പും പിന്നെ അല്ലിക്ക് പെറ്റിക്കോട്ടും ഷർട്ടുമാണ്. ഇതിപ്പോൾ കുറച്ച് ഡെയിലി വെയേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടാൾക്കും. മഴക്കാലമാണ്, പെട്ടെന്നൊന്നും ഡ്രസ്സ് ഉണങ്ങി കിട്ടില്ല. പിന്നെ ഒരു ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നാൽ നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡ്രസ്സുകളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടാളതും 2 ബാസ്ക്കറ്റിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓർക്ക് തന്നെ പെട്ടെന്ന് എടുക്കാനും വെക്കാനൊക്കെ പറ്റുന്ന വിധത്തിൽ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ഷോക്സും അണ്ടർ ഗാർമെൻറ്റ്സും ഒക്കെ ഉണ്ട് എടുത്ത് വെക്കാൻ. അപ്പോൾ ഷോക്സൊക്കെ രണ്ടാളതും ഒരു ചെറിയൊരു ഇതിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വലിയ പാത്രത്തിലാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകെ ഉരുണ്ട് മറിഞ്ഞ് കിടക്കും. അപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ളൊരു ചെറിയൊരു ബാസ്ക്കറ്റ് എടുത്തിട്ട് അതിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് ചെറിയ കുട്ടികൾക്കൊക്കെ യൂണിഫോമിലേക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതാണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ അതിന് വരുന്നത്. പെറ്റിക്കോട്ടിലേക്കും സ്കേർട്ടിലേക്കും ഒക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഷോർട്ട്സാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. 8 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ സ്കൂൾ സ്റ്റേഷനറി പർച്ചേസിങ് വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് സാധനങ്ങൾ വാങ്ങിച്ചതൊക്കെ. അപ്പോൾ ബാക്കി സാധനങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രണ്ടാളതും ഒരേ ഡ്രസ്സ് വെച്ചതിൻ്റെ കൂട്ടത്തിൽ തന്നെ അണ്ടർ ഗാർമെൻറ്റ്സും വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്കൂളിലേക്ക് രാവിലെ പോകുന്ന ടൈമിൽ കുറേ തിരഞ്ഞ് നടക്കേണ്ടി വരില്ല. രണ്ടും സെപ്പറേറ്റ് ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പണിയൊക്കെ എടുക്കുന്നതിൻ്റെ ഇടയിൽ മക്കൾക്ക് രണ്ടാൾക്കും പണി കൊടുത്തിട്ടുണ്ട്. പൊന്നൂനെ ഓളെ സ്റ്റഡി ടേബിൾ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വെക്കേഷനിൽ ഫുള്ള് ക്രാഫ്റ്റ് ചെയ്യലും ജേർണൽ ചെയ്യലും ഒക്കെ ആയിട്ട് ആകെ സാധനങ്ങളൊക്കെ വെട്ടി പരത്തി ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഓളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് സെപ്പറേറ്റ് ആക്കി വെച്ചെന്നാൽ ഞാൻ ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ അവൾക്ക് കുറച്ച് സ്റ്റഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഇത് ഫുൾ ഓൾതല്ല, സ്കൂളിലേക്ക് ഇടാൻ പറ്റുന്ന ഐറ്റംസ് ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഈ ഇയറിങ് ഹോൾഡറിൽ അത് ഷോപ്പിൽ നിന്ന് ഇങ്ങനെ ഇയറിങ്സ് വാങ്ങിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ ഒരെണ്ണം ഉണ്ടെങ്കിൽ എൻ്റെതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ഷോപ്പുകാർ കേട്ടിട്ട് അവൾക്ക് കൊടുത്തതായിരുന്നു കേട്ടോ അത് രണ്ടും. അപ്പം ഇനി ഇയറിങ് ഹോൾഡർ എവിടുന്നാണ് വാങ്ങിച്ചതെന്ന് വെച്ചിട്ട് ചിലപ്പോൾ കമൻറ്റ് വരും. അപ്പോൾ അതാ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കിട്ടിയതാണ്. അത് നല്ലൊരു ഉപകാരമായി. അതിൽ തന്നെ എല്ലാം അങ്ങനെ വെക്കാമല്ലോ. ഇപ്പോൾ സ്റ്റഡി ടേബിളിൽ നോക്കുമ്പം നല്ല കവറിലൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വേസ്റ്റ് ചെയ്ത് കളയട്ടെ എന്ന് ചോദിച്ചപ്പോൾ ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് പേപ്പർ കിട്ടിയപ്പോൾ അത് കത്തിച്ച് എടുത്ത് വെച്ചതാണെന്ന് പറഞ്ഞ് ഒന്നും കളയാൻ സമ്മതിക്കില്ല. എല്ലാം അവൾക്ക് ആവശ്യമുള്ളതാണ്. ഇതെന്തൊക്കെയോ എറേസ് ചെയ്യാൻ പറ്റുന്ന പ്ലാനർ ഉണ്ടാക്കിയതായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ യൂസ് ചെയ്തിക്കണമെന്ന് അറിയില്ല. പിന്നെ ഇതൊക്കെ കുറേ ഫ്രണ്ട്സ് ഗിഫ്റ്റ് ചെയ്തതും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും കളയാൻ സമ്മതിക്കില്ല. ഇതൊന്നും കളയണ്ടെന്ന് പറയും ചോദിക്കുമ്പോൾ. എല്ലാം അവൾക്ക് ആവശ്യമുള്ളതാവും കേട്ടോ. അവസാനം അവളും ഞാനും തമ്മിൽ അടിയാവും. കാരണം അതിൽ നിന്ന് ഒന്നും ഒഴിവാക്കാനുണ്ടാവില്ല. ക്ലീനാക്കുക എന്ന് പറയുമ്പം എന്തെങ്കിലുമൊക്കെ ഫുള്ള് ഒഴിവാക്കിയെങ്കിലല്ലേ ബാക്കി സാധനങ്ങൾ അവിടെ കൊണ്ടുപോയി വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരുവിധമൊക്കെ എടുത്ത് ബാക്കി സ്ഥലങ്ങളൊക്കെ ഞാനൊന്ന് പൊടിയൊക്കെ തുടച്ച് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ സ്റ്റഡി ടേബിളിൽ ഫുൾ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. അത്യാവശ്യം ബുക്കൊക്കെ വെക്കാൻ ഉള്ള സ്പേസും ഒക്കെ സെറ്റാക്കിയിട്ടുള്ളൂ. ബാക്കി നമുക്ക് സ്റ്റഡി ടേബിളിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, സ്റ്റഡി ടേബിൾ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിൽ ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് കാണിക്കാം. ഇതൊരു ഹോൾഡറാണ്. അപ്പം ഇത് ഡ്രസ്സിങ് ടേബിളിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ അത്യാവശ്യം വേണ്ട സ്കിൻ കെയറും ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ളും മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് അല്ല, ഇവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അവർക്കും കൂടെ പെട്ടെന്ന് എടുക്കാനും വെക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ സൈഡിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്ന ഹെയർ ആക്സസറീസ്, ഗേൾസിന് എത്ര ഉണ്ടായാലും മതിയാവില്ലല്ലോ. അപ്പം ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ പൊന്നൂന് മഫ്തയാണ്, അപ്പോൾ അതിനുള്ള പിന്ന് ടിക്ക് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതിൽ. അപ്പോൾ ഇതും അതിൻ്റെ മുകളിലത്തെ ഷെൽഫിലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചെറിയ ഹെയർ ടൈസും കാര്യങ്ങളൊക്കെ നേരത്തെ കാണിച്ചിട്ടുള്ള ഓർഗനൈസറിൽ, ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു. നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും ഇതിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. സ്കിൻ കെയർ ആയാലും മേക്കപ്പ് ഐറ്റംസ് ആയാലും ഇങ്ങനെയുള്ള ചെറിയ ആക്സസറീസ് സംഭവങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓർഗനൈസറാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ സ്റ്റഡി ടേബിളിൽ കാണിച്ചിട്ടുള്ള ആ ഒരു പെൻസിൽ ഹോൾഡർ ഉണ്ടല്ലോ, അതും ഓൺലൈനായിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അത് അങ്ങനെ കമ്മലും ഒക്കെ അവൾക്ക് കിട്ടുന്ന വിധത്തിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ചും കൂടെ ഇതൊക്കെ സെറ്റ് ആവാനുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഞാനിപ്പം അവിടെ വെച്ച് കൊടുക്കുന്നില്ല. ബാക്കിയുള്ള ഐറ്റംസൊക്കെ അതാ ഒരു ബോക്സിലാക്കിയിട്ട് എടുത്ത് വെക്കുകയാണ്. ഇനി അവിടെ ഉള്ളതൊക്കെ ഒന്ന് തീരുമാനമായിട്ട് ഇതൊക്കെ പുറത്തേക്ക് ഇറക്കാമെന്ന് വിചാരിച്ച്. അപ്പം അങ്ങനെ വളമൊന്നും ഇപ്പം അങ്ങനെ യൂസ് ചെയ്യലില്ല. കുറച്ച് ഡാൻസിനൊക്കെ വാങ്ങിച്ചിട്ടുള്ള വളകളൊക്കെ അതൊക്കെ ഇതിൻ്റെ താഴെ ഉണ്ട്. ഹെയർ ബാൻഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. പിന്നെ ഇനിയിപ്പം ഇത് മിററിൻ്റെ താഴെയുള്ള ഈ ഒരു ഡ്രോയർ ഒന്ന് സെറ്റാക്കാണ്ട്. അപ്പോൾ ഇവിടെയാണ് ചീർപ്പ് ബാക്കി ഐറ്റംസൊക്കെ വെക്കൽ. ഇതാണ് കേട്ടോ ഞാൻ കുട്ടികളുടെ മുടി കെട്ടിറക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യൽ. എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ അതൊന്ന് കാണിച്ചെന്ന് മാത്രം. അങ്ങനെ ആ റൗണ്ടിലുള്ള ചീർപ്പ് പെട്ടെന്ന് തന്നെ നനഞ്ഞതിലൊക്കെ നമുക്ക് മുടി വരണമെന്നുണ്ടെങ്കിൽ നല്ല ഉപകാരമാണ് അത്. ഇനി അടുത്തത് അവർക്ക് വേണ്ടിയിട്ടൊരു പ്ലാനർ സെറ്റ് ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അവർക്കൊരു പ്ലാനർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് നോട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ സ്റ്റഡി ടേബിളിൻ്റെ വീഡിയോയിൽ കിഡ്സിൻ്റെ പ്ലാനറും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ ഞാൻ കുറച്ച് ലഞ്ച് ബോക്സ് റെസിപ്പീസൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ അതേപോലെ കുട്ടികൾക്കുള്ള അലാറം, അവരുടെ സ്ലീപ്പിംഗ് ടൈമും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ കിഡ്സിൻ്റെ പ്ലാനറും സ്റ്റഡി ടേബിൾ മേക്ക് ഓവറും ഒക്കെ അതിന് മുന്നേ 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വേണ്ടവർക്ക് നമ്മൾ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ അല്ലിക്ക് കുറച്ച് പണി കൊടുത്തിട്ടുണ്ട്. ഓൾ ഈ ടോയ്സ് കിച്ചൺ സെറ്റ് കാര്യങ്ങളൊക്കെ പുറത്ത് കൊണ്ടുപോയിട്ടായിരുന്നു കളി. അപ്പോൾ അതിലൊക്കെ മഴയൊക്കെ പെയ്ത് ആകെ ചളിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഓളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല, കൊണ്ടുപോയ ഇൻട്രസ്റ്റ് ഒന്നും എന്തായാലും ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടിയിട്ടില്ല. പക്ഷേ ബാക്കിയുള്ളവർക്കൊക്കെ ഓരോ പണിയാണല്ലോ. അപ്പം അങ്ങനെ ഓളെ അത് ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊന്ന് മീൽ പ്ലാനർ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രിഡ്ജിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്ന മാഗ്നറ്റിക്കിൻ്റെ പ്ലാനർ ഉണ്ടല്ലോ, അതൊന്ന് ഓർഡർ ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ ഇത് തൽക്കാലത്തിന് വേണ്ടിയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഈ മീൽ പ്ലാനർ ഉണ്ടെങ്കിൽ നല്ല ഉപകാരമായിരിക്കും. പിന്നെ നോട്ടൊക്കെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടാളതും ഞാൻ പറഞ്ഞല്ലോ 2 കളറിലാണ് കേട്ടോ. അപ്പം പിന്നെ ബുക്ക് മാറിപ്പോകുന്ന പ്രശ്നമല്ല. ഇതാണ് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന പെൻസിൽ ഹോൾഡർ. ഇത് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് വരുന്നത്. അങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നില്ല. ഇതാ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. പിന്നെ ഒരുപാട് കമ്പാർട്ട്മെൻറ്റ്സും വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട്. 290 അങ്ങനെ എന്തോ ആയിരുന്നു ഇതിൻ്റെ റേറ്റ് വന്നത്. പക്ഷേ നല്ല ഉപകാരമാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും ഇങ്ങനെ പരന്ന് കിടക്കില്ല, എല്ലാത്തിനും ഓരോ കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള സ്കൂൾ സ്റ്റേഷനറി സംഭവങ്ങളൊക്കെ ഇതിലൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം.
അപ്പോൾ രണ്ടാൾക്കും അല്ലിക്ക് ഇങ്ങനെ ബാക്കിൽ ഇറേസർ വരുന്ന പെൻസിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓൾക്ക് വേണ്ടിയിട്ട് അതും ബാക്കി കുറച്ച് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പേന, പെൻസിൽ, ഇറേസർ, കട്ടർ, അങ്ങനെ പിന്നെയും ഒരുപാട് സാധനങ്ങൾ വെക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. ക്രാഫ്റ്റിൻ്റെ ഐറ്റംസും ഇനിയിപ്പോൾ നമുക്ക് സ്കിൻ കെയർ, മേക്കപ്പ് ഐറ്റംസ് വെക്കണമെങ്കിൽ അതും എല്ലാം വെക്കാൻ ഉള്ള സ്പേസ്, എല്ലാത്തിനും ഒരു മൾട്ടി പർപ്പസ് ആണത്. പിന്നെ ബാക്കിയുള്ള പെന്നും പെൻസിലൊക്കെ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. സ്റ്റഡി ടേബിൾ എത്ര സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിലും ഇതൊരു കാണുന്ന സ്റ്റഡി ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ സാധനത്തിന് ഒരു വില ഉണ്ടാവില്ല. ഒന്ന് പോയി കഴിയുമ്പോൾ അടുത്തത് എടുക്കും, ഒന്ന് തിരയാനുള്ളൊരു ഇതുണ്ടാവില്ല. അപ്പോൾ പിന്നെ അത് സ്റ്റഡി ടേബിളിൽ വെക്കണില്ല, മാറ്റി വെക്കുകയാണ്. അങ്ങനെ അല്ലിൻ്റെ നോട്ടൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കഴുകൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഈ സ്റ്റീലിൻ്റെ സംഭവങ്ങളൊക്കെ മഴ കൊണ്ടൊക്കെ തുരുമ്പൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും പോകണില്ല എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരുന്നുണ്ട്. എന്നാലും ഓള് കഴിയും പോലെയൊക്കെ ക്ലീൻ ആക്കട്ടെ എന്ന് വിചാരിച്ച്. പൊന്നൂന് പിന്നെ ഇതിൽ കുറേ സ്കെച്ചും ക്രയോണും മാർക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സെപ്പറേറ്റ് ആക്കാനുള്ളൊരു ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നീടല്ലോ നമ്മൾ ഈ പെൻ ഹോൾഡറൊക്കെ കാണിച്ചില്ലേ, കഴിഞ്ഞ വർഷം വരെ ഇവർക്കും പെൻ ഹോൾഡറും കാര്യമൊന്നും ഇല്ലായിരുന്നു. ഇത് പൊന്നു ഒറ്റയ്ക്ക് തന്നെ ഉണ്ടാക്കിയതായിരുന്നു. ഞാൻ ഇതേപോലെ എന്തെങ്കിലും കപ്പ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസൊക്കെ കട്ട് ചെയ്തിട്ടും അങ്ങനെയൊക്കെയാണ് പെൻ ഹോൾഡറും പെൻസിലൊക്കെ അതിലാണ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ ക്യാഷിന് ചിലവില്ലാതെ നമുക്ക് എങ്ങനെ സ്റ്റഡി ടേബിൾ ഒരുക്കാമെന്നൊക്കെയുള്ള വീഡിയോ ഒക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അതൊക്കെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ. അപ്പോൾ ഈ വർഷമാണ് ഇപ്പം ഇതൊക്കെ പെൻ ഹോൾഡറൊക്കെ വാങ്ങിച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പിന്നെ പൊന്നു 6ാം ക്ലാസ്സിലേക്കും ഒക്കെ എത്തിയില്ലേ, അപ്പം കുറേ ഐറ്റംസ് പിന്നെ ഓളെ ക്രാഫ്റ്റും അത് ഇതൊക്കെ ആയിട്ട് കുറേ ഐറ്റംസ് ഉണ്ട് ഇട്ട് വെക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. അങ്ങനെ ബാക്കി ഐറ്റംസും കൂടെ വെച്ച് സ്റ്റഡി ടേബിളിൻ്റെ ഒരു 1/4 ഭാഗം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ഇനി ഒരുപാടുണ്ട്. അത് നമുക്ക് സ്റ്റഡി ടേബിൾ മേക്ക് ഓവർ വീഡിയോയിൽ ചെയ്യാം. പിന്നെ ഇതിലെ കുറച്ച് കുട്ടികൾക്കുള്ള സ്നാക്സ് അങ്ങനത്തെ, പിന്നെ കൈമ റൈസ്, ബസുമതി റൈസ് അതൊക്കെ കുറച്ച് വാങ്ങിച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. രാവിലെ പെട്ടെന്ന് ടൈമില്ലാത്ത ടൈമിലൊക്കെ ലഞ്ചിനൊന്നും എന്തെങ്കിലുമൊക്കെ ഉള്ളത് നമുക്ക് കട്ട് ചെയ്തിട്ടിട്ട് കുക്കറിൽ 2 വിസിലടിച്ച് കഴിഞ്ഞാൽ നേരെ വൈകുന്ന ടൈമിലൊക്കെ ഉൾക്കുള്ള ലഞ്ച് ബോക്സ് സെറ്റാക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസും ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ അല്ലിൻ്റെ ക്ലീനിങ് കഴിഞ്ഞു. ഓള് ക്ലീൻ ആക്കിയിട്ട് ഇത്രക്കൊന്നും ഫുള്ള് ചളിയൊന്നും പോയിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നല്ലോണം തുടച്ചെടുത്തതാണ്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ അതിൻ്റെ ഇതിലിട്ട് ടോയ്സും ഒക്കെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും കാലം സ്റ്റഡി ടേബിളിൽ ഫുള്ള് ടോയ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ അവിടെ നിന്ന് മാറ്റുകയാണ്. ഇത് സ്റ്റീലിൻ്റെ മിനിയേച്ചർ കുക്ക് ചെയ്യാൻ പറ്റുന്ന സെറ്റ് എന്ന് വേണമെന്ന് പറഞ്ഞു. നമ്മളൊന്നും ചെറുപ്പത്തിൽ ഇതൊന്നും ആഗ്രഹിച്ചിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ മക്കൾ പറയുമ്പോൾ വാങ്ങിക്കൊടുക്കും. പക്ഷെ അവസാനം നമുക്ക് തന്നെ പണിയാവുന്നുണ്ടെങ്കിലും ഇങ്ങനെ കാണുമ്പോൾ ഒരു രസം. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് പാത്രമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇതിൽ തന്നെ ഇട്ട് അടിച്ച് വെക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ വീഡിയോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ഒരു സ്കൂൾ ഷൂവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സെറ്റാക്കണം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലിക്ക് ലഞ്ച് ബോക്സ് കിട്ടിയിട്ടില്ല എന്ന്. അപ്പോൾ ഓളും ഉപ്പയും കൂടെ പോയി വാങ്ങിക്കൊണ്ടെന്നാണ്. ചെറിയൊരു സ്നാക്സ് ബോക്സിൻ്റെ വലിപ്പമുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഫുൾ പുറത്തു പോകും. അപ്പോൾ എന്തായാലും അത് മാറ്റുകയും വേണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. താങ്ക് യു.